ആമേൻ. പ്രാർത്ഥന കേട്ട ദൈവത്തിന് വിശുദ്ധ കരമുയർത്തി 3 ഹല്ലേലൂയ പറയാമോ? കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് നിനക്ക് ഗ്രഹിപ്പാൻ മനസ്സുണ്ടോ? സ്വത്രം. ഈ നല്ല പകലിൽ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നാം കണ്ണുകളെ ഓടിക്കുമ്പോൾ സർവശക്തനായ ദൈവം എന്നോട് സംസാരിക്കണമെന്ന് ഈ പകൽക്കാലം എത്ര പേര് ദൈവത്തിൻ്റെ സന്നിധി പറയുമോ അവരോട് ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം സംസാരിക്കുക തന്നെ ചെയ്യും. നമുക്ക് വായിക്കാം. സ്തോത്രം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യം നിർത്തി ഉച്ചത്തിൽ ഒരു വ്യക്തിക്ക് ശബ്ദമുയർത്തി വായിക്കാം. നോക്ക്, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷകൾ കടന്നു വരുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഭാഗ്യമുണ്ടെന്ന്, ഒരു നന്മയുണ്ടെന്ന്, ഒരു ഉയർച്ചയുണ്ടെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ യാക്കോബ് ലേഖനം എഴുതുമ്പോൾ പറയുക. അങ്ങനെയാണെങ്കിൽ ആ ഭാഗ്യ പദവിയിൽ നിനക്കും എനിക്കും വരുവാൻ ദൈവം ഒരു അവസരം തന്നതോർത്ത് വിശുദ്ധ കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. സ്തോത്രം. അടുത്ത വാക്യം. സ്വത്രം. കൊള്ളാവുന്നവനായി കണ്ടിട്ട് തങ്ങൾക്ക് ചെയ്ത വാഗ്ദത്തത്തിൻ്റെ ജീവകിരീടം അവൻ നൽകുമെന്ന്. സ്വത്രം. ആകയാൽ വിരുദു പ്രാപിക്കുവാനായി ക്രിസ്തുവിലേക്ക് നോക്കി, ക്രൂശിങ്കലേക്ക് നോക്കി നീ ഓടണം. അടുത്ത വാക്യം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്വത്രം, പരീക്ഷിക്കപ്പെടുമ്പോൾ, പരിശോധന കടന്നു വരുമ്പോൾ, പ്രതികൂലം കടന്നു വരുമ്പോൾ, സ്വത്രം ദൈവത്താൽ ആണ് ഈ പ്രതികൂലം കടന്നു വരുന്നതെന്ന് നിന്റെ ഹൃദയത്തിൽ പറയരുത്. സ്വത്രം. കാരണം ദൈവം ദോഷങ്ങളാൽ ആരെയും പരീക്ഷിക്കുന്നില്ല. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു കഷ്ടത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുന്നത് എന്തുകൊണ്ട്? നീ അറിയുന്നില്ലേ എൻ്റെ വേദന? നീ അറിയുന്നില്ലേ എൻ്റെ ഒറ്റപ്പെടൽ? നീ അറിയുന്നില്ലേ എൻ്റെ കൂട്ടാളിയുടെ ജീവിത നിലവാരം? നീ അറിയുന്നില്ലേ എൻ്റെ കുഞ്ഞുങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും ഒരു ഉയർച്ച എനിക്ക് ലഭിക്കുന്നില്ല. ജാതികൾ നോക്ക്, നാൾക്ക് നാൾ ഉയർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക. ദുഷ്ടന്മാർക്ക് ഒരു കുലുക്കവുമില്ലാതെ അവർ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് ഓടി നടക്കുക. ഞാനോ കഷ്ടത്തിൽ വീണ് കടന്ന് അയ്യം വിളിക്കുകയാ. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നു? നീ അറിയാതെ ആണോ കർത്താവേ ഞാൻ ഈ കഷ്ടത്തിൽ വീണ് കിടക്കുന്നത്? അടുത്ത വാക്യം. സ്വത്രം. നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താലാണ്. സ്വത്രം. കർത്താവ് പറഞ്ഞു, നിന്റെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് നൽകിത്തരും, നിന്റെ ഭാരം എൻ്റെ മേൽ വച്ചുകൊള്ളുക. അങ്ങനെയാണെങ്കിൽ ആവശ്യമില്ലാത്ത മോഹങ്ങളും ആവശ്യമില്ലാത്ത ഭാരവും പേറി നീ യാത്ര ചെയ്താൽ നീ വഴിയിൽ തകർന്നു പോകും. അങ്ങനെ തകർന്നു പോയിട്ട് ദൈവമാണ് എനിക്ക് ശോധന തന്നതെന്ന് നിങ്ങൾ പറഞ്ഞാൽ പിശാച് കൈയടിച്ച് ചിരിക്കും. സ്വത്രം. ഒരിക്കലും ദോഷങ്ങളാൽ ദൈവം തൻ്റെ മക്കളെ പരീക്ഷിക്കുന്നില്ല. അങ്ങനെ ദോഷങ്ങൾ തന്നിട്ട് പരീക്ഷയിലൂടെ കടത്തിവിട്ടിട്ട് നിങ്ങൾ ജയിക്കുമോ ജയിക്കത്തില്ലയോ എന്ന് നോക്കി കോർട്ടിൽ കണി കാണാനിരിക്കുന്നവനല്ല എൻ്റെ കർത്താവ്. ഫിസിലടിച്ച് മറ്റുള്ളവരെ കൈയടിപ്പിക്കാൻ ഇരിക്കുന്നവനല്ല എൻ്റെ കർത്താവ്. പിന്നെയോ നിൻ്റെ തകർച്ച കാണുമ്പോൾ നിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിന്നെ ഉയർച്ച നൽകാൻ കഴിവുള്ളവനാണ് എൻ്റെ കർത്താവ്. എൻ്റെ
കർത്താവ് ഒരിക്കലും നിന്നെ പരീക്ഷിക്കുന്നവനല്ല, പിന്നെയോ പരീക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് എൻ്റെ കർത്താവ്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കണം. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടുക. എന്നാൽ കർത്താവ് പറഞ്ഞ വാക്കറിയാമോ? ഭയപ്പെടണ്ടെന്ന്. സ്വത്രം. അപ്പം നോട്ടം എവിടെയാ? ലോകത്തിലാ. വിശ്വാസം മനുഷ്യനില. എന്നാൽ കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നീ നോക്കിയാൽ നീ തോറ്റുപോകും, എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നീ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് വായിക്കാം, കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ നന്മ അനുഭവിച്ച സ്വത്രം, ദൈവത്തിൻ്റെ മഹത്വം കണ്ട സ്വത്രം യഹൂദ പെൺകുട്ടി സ്വത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ മോവാബ് ദേശത്ത് നിന്ന് സ്വത്രം എവിടെ ബേത്ലഹേമിൽ നിന്ന് മോവാബ് ദേശത്തേക്ക് പോയി ഇപ്പോൾ അവിടെ കിടന്ന് വാവിട്ട് പൊട്ടിക്കരയുകയാണ്. ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്ന ദേശത്ത്, ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്ന സഭയിൽ, ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്ന കൂട്ടായ്മയിൽ നീ ഒരുമിച്ച് ഒരു മനസ്സോടെ ദൈവത്തിന് മഹത്വം കൊടുത്തു നോക്ക്. നീ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കണ്ണുനീര് ആനന്ദമാകും. ദൈവം നിനക്ക് തന്ന നന്മയ്ക്കൊത്തവണ്ണം മഹത്വം ദൈവത്തിന് കൊടുത്താൽ നീ ഉയർച്ച പ്രാപിക്കും. ഇതാ ഒരു നവോമി, മഹ്ലയോൻ, കില്ലിയോൻ, എലീമലേക്ക് സ്വത്രം അപ്പത്തിന് നാടായ ബേത്ലഹേമിൽ നിന്ന് സ്വത്രം എവിടേക്ക് പോയി? സ്വത്രം എവിടേക്ക് പോയി? മോവാബിലേക്ക് പോയി. എന്തിനു പോയി? ഒരിച്ചിരി കഷ്ടം നേരിട്ടപ്പോൾ, ഒരിച്ചിരി ബുദ്ധിമുട്ട് വന്നപ്പോൾ, ഒരിച്ചിരി പട്ടിണി വന്നപ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നെ പുലർത്താമെന്ന്. സ്വത്രം അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു, മോനെ മിസ്രൈമിൽ പോകല്ലേ. അതിൻ്റെ കാരണം അപ്പൻ ഒരിക്കൽ മിസ്രൈമിൽ പോയതാ. അന്ന് അപ്പൻ്റെ കൂടെ ഒരു വയ്യാവേലി വന്നു. സ്വത്രം ആ വയ്യാവേലി കാരണം അപ്പൻ ഒരുപാട് കരയേണ്ടി വന്നു. സ്വത്രം. അതുകൊണ്ട് സ്വത്രം അപ്പൻ്റെ അനുഭവം തൻ്റെ മോന് വരാതിക്കാൻ വേണ്ടി അപ്പൻ മോനോട് പറയാം, മോനെ മിസ്രൈമിൽ പോകല്ലേ. സ്വത്രം. നമ്മളൊക്കെ ആണെങ്കിൽ അപ്പനോട് ചോദിക്കും, പോയാൽ എന്താ? പോയാൽ എന്ത് സംഭവിക്കും? അപ്പൻ അവിടുത്തെ നന്മയൊന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാ. ഇല്ല കുഞ്ഞേ, അപ്പൻ നീ കാണുന്നതിലും അധികം കണ്ടവനാ. അതിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞവനാ. അതുകൊണ്ട് നീ നശിക്കാതിരിക്കാനാ നിന്നോട് പോകല്ലേ, ചെയ്യല്ലേ, അത് എടുക്കല്ലേ, അവിടെ നിൽക്കല്ലേ എന്ന് പറയുന്നത്. സ്വത്രം. അത് കേൾക്കുമ്പം അപ്പനെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ട് പോയാൽ നീ അയ്യം വിളിക്കുമ്പം ആരും ഉണ്ടാവത്തില്ല. ബേത്ലഹേം എന്ന് പറഞ്ഞ അപ്പത്തിൻ്റെ നാടെന്ന്. അപ്പത്തിൻ്റെ നാട്ടിൽ ക്ഷാമം വന്നപ്പം സ്വത്രം മോവാബ് ദേശത്തേക്ക് ചെന്നു. സ്വത്രം. അധിക കാലം സന്തോഷിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? സ്വത്രം. ആർക്ക് കഴിഞ്ഞില്ല? നവോമിക്ക് കഴിഞ്ഞില്ല. സ്വത്രം. നമുക്ക് വായിക്കാം. സ്വത്രം രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 13, 14, 15 വാക്യം. സ്വത്രം രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 13, 14, 15 കണ്ടില്ലയോ? സ്വത്രം. ഉറച്ചു വായിക്കുക. സ്വത്രം. അവർക്ക് പ്രായമാകുവോളം അവർക്കായിട്ട് കാത്തിരിക്കുമോ? ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട. എൻ്റെ മക്കളെ, അതാണ് നമ്മുടെ വാക്യം. സ്വത്രം. എൻ്റെ മക്കളെ ആര് വിളിക്കുക? നവോമി വിളിക്കുക. ആരെയാ വിളിക്കുന്നത്? തൻ്റെ മരുമക്കളെ. സ്വത്രം. തൻ്റെ മക്കളെവിടെയാ? സ്വത്രം മണ്ണിനടിയിൽ പോയി. സ്വത്രം. തൻ്റെ ഭർത്താവ് എവിടെയാ? മണ്ണിനടിയിൽ പോയി. സ്വത്രം. ഇപ്പം താനും തൻ്റെ മരുമക്കളും 2 പേര്, 3 പേര് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, എന്ത് ആയിത്തീരും എന്നൊരു പ്രതീക്ഷയില്ലാതെ ഇരുട്ട് മാത്രം അവർ മുമ്പിൽ വ്യാപരിച്ചിട്ട് വഴിയറിയാതെ അവർ നിലവിളിച്ചുകൊണ്ട് തൻ്റെ മരുമക്കളോട് പ്രാർത്ഥിക്കുന്ന അമ്മച്ചി. സ്വത്രം. പറയുക, രക്ഷയില്ല മക്കളെന്ന്. സ്വത്രം. ഇതുപോലെ നിന്നോടും പലരും പറഞ്ഞിട്ടുണ്ട്.
കുഞ്ഞേ, നീ ഇനി പാടിയിട്ടും പ്രാർത്ഥിച്ചിട്ടും നീ ഇനി ഹല്ലേലൂയ പറഞ്ഞിട്ടും ഒന്നും നീ രക്ഷപ്പെടത്തില്ല. നിനക്ക് രക്ഷപ്പെടാനാകുമായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം നീ രക്ഷപ്പെടുമായിരുന്നു. നിനക്ക് രക്ഷപ്പെടാനാകുമായിരുന്നെങ്കിൽ ഇന്നലെ നീ രക്ഷപ്പെടുമായിരുന്നു. ഇന്ന് നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിനക്ക് വെളിപ്പെടുമെന്ന് നീ വിശ്വസിക്കണ്ട. തീർന്നടാ കുഞ്ഞെ, ഇനി നിനക്കൊരു ശുഭയാത്ര ഇല്ലടാ കുഞ്ഞെ, ഇല്ലടി മോളെ, നിനക്കൊരു ഭാവി ഇനി ഉണ്ടാവത്തില്ല. അതുകൊണ്ട് എന്തിനാ വെറുതെ ഇങ്ങനെ പുസ്തകവും ചുമന്നുകൊണ്ട് പോയി നീ ഹല്ലേലൂയ സ്തോത്രം പറയുന്നേ? നീ വാ, ഞാൻ നിനക്ക് ലോകത്തിൻ്റെ വഴി കാണിച്ചു തരാം. പിശാച് നിന്നെ പുറകിൽ നിന്ന് വാദിക്കുമ്പം നടത്തിയ വിധങ്ങളെയും കരുതിയ നന്മകളെയും മറന്ന് സ്തോത്രം നിമിഷത്തെ കഷ്ടം വന്നത് കണ്ടിട്ട് ഈ ദൈവത്തെ ഇട്ടേച്ച് പോയാൽ, സ്വന്തം ജനത്തെ ഇട്ടേച്ച് പോയാൽ, കൂട്ടുവിശ്വാസികളെ ഇട്ടേച്ച് പോയാൽ, നിനക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞ പാസ്റ്ററെ തള്ളിയിട്ട് പോയാൽ നീ ആഗ്രഹിക്കുന്ന മഹത്വം നീ നിന്റെ തലമുറയും കാണത്തില്ല. സ്വത്രം നമുക്ക് തോന്നും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, നമുക്ക് നല്ല കുടുംബത്തിൽ പേരുണ്ട്, നമ്മളെ സഹായിക്കാൻ നമ്മുടെ സ്നേഹിതരുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, അയൽവക്കക്കാരുണ്ട്. ഇല്ല കുഞ്ഞെ, അവരൊക്കെ നിൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്നറിയുമ്പം നിന്നെ തള്ളിക്കളയും, നിന്നെ കുറ്റം പറയും, നിന്നെ പഴിക്കും. നീ പോലും അറിയാത്ത വാക്കുകൾ പറഞ്ഞ് നിന്നെ തകർക്കാൻ പദ്ധതി ഒരുക്കും. എന്നാൽ ഈ പകൽക്കാലം പറയട്ടെ, എന്തെല്ലാം വന്നാൽ ഞാൻ കർത്താവിൻ്റെ പിന്നാലെ സന്തോഷമായി യാത്ര ചെയ്യുമെന്ന് പാട്ടുകാരൻ പാടിയതുപോലെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് നീ പറയണം, അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും തോറ്റു പോകത്തില്ലെന്ന്. ആരുടെയും മുമ്പിൽ തലകുനിച്ച് നടക്കുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കാൻ നീ അവനോട് പറയണം, കർത്താവേ, നീ ഒഴികെ ഒരു നന്മയുമില്ലെന്ന് നീ ഒന്ന് പറഞ്ഞു നോക്ക്. ശത്രുക്കളുടെ മുമ്പിൽ സ്വർഗം നിനക്കും നിന്റെ തലമുറയ്ക്കും നിന്റെ കൂട്ടാളിക്ക് വേണ്ടി മേശ ഒരുക്കും. നിന്റെ തല കുനിയത്തില്ല, നിന്റെ തല ഉയരും. ഇതാ പ്രത്യാശ നഷ്ടപ്പെട്ട, വിശ്വാസം നഷ്ടപ്പെട്ട, കഷ്ടവും പ്രയാസവും ദുഃഖവും ദുരിതവും പട്ടിണിയും കടന്നു വന്നപ്പം സ്വന്തക്കാരെ വിട്ട്, ബന്ധക്കാരെ വിട്ട്, കൂട്ടുവിശ്വാസികളെ വിട്ട്, കൂട്ടുകാരെ വിട്ട് അന്യദേശത്ത് പോയി പരദേശിയായി പാർക്കുമ്പം അമ്മച്ചി പറയാ, മക്കളെ രക്ഷയില്ല. പത്രം നമ്മളിൽ പലരും അത് പറയുക. കാരണം രോഗത്തിൻ്റെ കാഠിന്യത അത്ര വലുതാ, സാമ്പത്തികമായ ശൂന്യത അത്ര വലുതാ, സാമൂഹികമായ ബന്ധങ്ങൾ മുഴുവനും അകന്നു മാറി, മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞു, കൂടെ വരാമെന്നും കൂട്ടുനിൽക്കാമെന്നും പറഞ്ഞവരെല്ലാം ഒറ്റപ്പെടുത്തി. ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം നിൻ്റെ ഹൃദയത്തിനകത്ത് നിൻ്റെ ബുദ്ധി കൊണ്ട് നീ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞു. ഇല്ല കുഞ്ഞേ, നീ ദൈവത്തിൽ ആശ്രയിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ആ കർത്താവ് നിൻ്റെ അടുക്കൽ വന്ന് നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിച്ചുയർത്തും. കാരണം എൻ്റെ കർത്താവ് ആർക്കും കടക്കാനല്ല, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരായി തീർന്നിട്ടുമില്ല. ഈ പുസ്തകം ചുമന്നുകൊണ്ട് ദേശത്തിലെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നീ പോയത് ദൈവത്തെ ആരാധിക്കാനാണെങ്കിൽ നീ വഴിയിൽ വീഴുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ല. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന അമ്മച്ചി തൻ്റെ മരുമക്കളോട് പറയുക, മക്കളെ രക്ഷയില്ല, തീർന്നു കുഞ്ഞുങ്ങളെ, ഇനി നിങ്ങൾ എന്നെ അനുഗമിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതാരാ പറയുന്നതെന്നറിയാമോ? സ്വത്രം ആരാ പറയിക്കുന്നതെന്നറിയാമോ? സ്വത്രം ദേശത്തെ അവകാശം പറഞ്ഞ് ദൈവമക്കൾക്കെതിരെ വാദിച്ചു നിൽക്കുന്ന പിശാച് നിന്നെ കൊണ്ട് പറയിക്കുക. പക്ഷേ നിന്നെ അറിയുന്ന സ്വർഗത്തിലെ ദൈവം, നിൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങലുകൾ അറിയുന്ന സ്വർഗത്തിലെ ദൈവം, നിൻ്റെ മുൻപും പിൻപും അറിയുന്ന സ്വർഗത്തിലെ ദൈവം ആ ദുട്ട പിശാചിനെ തല തകർത്ത് നിനക്ക് ജയം തരുമെന്ന് വിശ്വസിച്ചിട്ട് മഹത്വം ദൈവത്തിന് കൊടുക്ക്. സ്തോത്രം. നോക്ക്, അമ്മച്ചി അത് പറയുമ്പോൾ സ്തോത്രം, രൂത്ത് പറഞ്ഞ ഒരു വാക്കൊന്ന് ശ്രദ്ധ
വെച്ച് കേൾക്കണേ. അവൾ ദൈവത്തിൻ്റെ മകളല്ല, അവളൊരു ജാതീയ പെൺകുട്ടിയാണ്. അവൾ പറയുന്നുണ്ട്, അമ്മച്ചി, ഞാൻ ഇന്നലെ വരെ സേവിച്ചത് ജീവനില്ലാത്ത ദൈവങ്ങളെയാ, എൻ്റെ പിതാക്കന്മാർ കാണിച്ച് തന്നതിനെയാ ഞാൻ നമസ്കരിച്ചത്. എന്നാൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കാണാത്ത ഒരു ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. സ്വത്രം 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 സ്വത്രം. ഇവിടെ വന്നപ്പോൾ ഞാൻ കാണാത്ത ഒരു ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. സ്വത്രം. ഞാൻ നോക്കി, അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ ശ്രദ്ധിച്ചു, ഇതെന്താണ് അമ്മച്ചി ചെയ്യുന്നത്. അന്നേരം എനിക്ക് മനസ്സിലായി, അമ്മച്ചി പ്രാർത്ഥിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തോടാണെന്ന്. പക്ഷെ ഞാൻ കണ്ടതോ കൊണ്ടുവച്ചടുത്തിരിക്കുന്ന കല്ലുകളും മുള്ളുകളും മരങ്ങളും മഴിക്കഷണങ്ങളുമാണ് കണ്ടത്. പക്ഷേ നീയോ കാണാത്ത ഒരു ദൈവത്തെ വിശ്വാസത്താൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി, നീ പ്രാർത്ഥിക്കുന്നതാ, നീ ആരാധിക്കുന്നതാ ജീവിക്കുന്ന ദൈവമെന്ന്. അതുകൊണ്ട് ആ ദൈവം അന്നു മുതൽ എൻ്റെ ദൈവമായി മാറി. സ്വത്രം. ഈ വീട്ടിൽ ഞാൻ വന്ന് നിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ, നിൻ്റെ കണ്ണുനീര് കണ്ടപ്പോൾ, നീ നെടുമ്പാട് വീണ് ദൈവത്തിന് നിലവിളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന്. കുഞ്ഞെ, നിന്നെ വിളിച്ച ദൈവമുണ്ടല്ലോ, അവൻ നിൻ്റെ വിളി കേൾക്കാതെ ഇരിക്കുന്ന കാത് മന്ദമായവനല്ല കേട്ടോ. നിൻ്റെ കണ്ണുനീര് കാണാതെ കണ്ണു കുരുടായവനല്ല കേട്ടോ. സ്വത്രം. നിൻ്റെ ഹൃദയത്തിന് തേങ്ങലുകൾ അറിയാത്ത ഹൃദയമില്ലാത്തവനല്ല കേട്ടോ. എൻ്റെ കർത്താവ് നിന്നെ മുറ്റുമായി അറിയുന്നവനാ. അങ്ങനെയാണെങ്കിൽ നിന്റെ തലയിൽ ഒരു മുടിനാര് കൊഴിയുന്നെങ്കിൽ പോലും എൻ്റെ സ്വർഗം അറിയുന്നെന്ന് പറഞ്ഞെങ്കിൽ കുഞ്ഞ്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കാനാ പറഞ്ഞത്. സ്വത്രം. നമ്മളോ ഭാരമെല്ലാം ഒന്നീ അച്ചായൻ്റെ മേളി, ഇല്ലെങ്കിൽ അമ്മാമ്മയുടെ മേളി, ഇല്ലെങ്കിൽ അച്ചായനും അമ്മാമ്മയും കൂടെ ചേർന്ന് മക്കളുടെ മേളി. എന്നിട്ട് പറയും, ഓ, ഈ തലതെറിച്ച മക്കൾ കാരണം എനിക്കൊരു സ്വസ്ഥതയില്ല, ഈ അച്ചായൻ്റെ മദ്യപാനം കാരണം എനിക്കൊരു സമാധാനമില്ല, ഞാൻ എത്രയെല്ലാം കഷ്ടപ്പെട്ടിട്ടും എനിക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ഞാൻ കിടന്ന് നരകിക്കുക. എന്നിട്ട് കുറേ ഭാഷയും കൂടെ പറയും. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ ഇങ്ങനെ പറയും, അവരെന്നെ കൊന്നാലും ഞാൻ അവനായി ജീവിക്കും. ഒരല്ലേ പറയെങ്കിൽ പറ. സ്വത്രം. പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ പറയും, കരയണ്ട മക്കളെ. പ്രാർത്ഥിക്കുന്ന ദൈവദാസൻ പറയും, കരയണ്ട മോളെ. സ്വത്രം. കാരണം അവനറിയാം, അവനോട് വാക്ക് പറഞ്ഞത് ഒരു മനുഷ്യനല്ല, അവനോട് വാക്ക് പറഞ്ഞത് ലോകത്തിലെ പ്രമാണിയല്ല, അവനോട് വാക്ക് പറഞ്ഞത് മന്ത്രിമാരോ MLA മാരോ MP മാരോ അല്ല, ലോകത്തിലെ സ്വത്രം ഒരു വൈദ്യനല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാ തന്നോട് വാക്ക് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ വാക്ക് പറഞ്ഞെങ്കിൽ വാക്തത്തിൽ വിശ്വസ്തന എൻ്റെ കർത്താവ്, അവൻ നിന്നെ കൈവിടത്തില്ല. രൂത്ത് പറഞ്ഞ വാക്ക് കേട്ടോ. സ്വത്രം. ഞാൻ കണ്ടത് നിന്റെ ദൈവത്തെയാ. ആ ദൈവത്തിന് എൻ്റെ ആഗ്രഹത്തെ സത്യമാക്കി തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവ പൈതലേ, രോഗം വരുമ്പോൾ നിൻ്റെ വിശ്വാസം പോകും, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ നിൻ്റെ വിശ്വാസം പോകും, ഇനി ഭവനത്തിനകത്തെ കലവറ ശൂന്യമായാൽ നിൻ്റെ വിശ്വാസം പോകും. അങ്ങനെ പോകുന്ന വിശ്വാസത്തിലല്ല നീ നിൽക്കേണ്ടത്. ഉറപ്പും ധൈര്യമുള്ളവനായി, ഉറപ്പും ധൈര്യമുള്ളവളായി കർത്താവിന് മഹത്വം കൊടുത്തു നോക്ക്. അങ്ങനെ കുറെ പിതാക്കന്മാർ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു. സ്തോത്രം. കഷ്ടതയേറെ സഹിച്ചിടിയും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരന്ന് മശിഹായോട് വാഴുമാ നാട്ടിൽ.